ഹായ് സുഹൃത്തുക്കളെ, കുറച്ച് ദിവസം കൊണ്ട് വലിയ വീഡിയോകളൊന്നും ചെയ്യുന്നില്ല, കുറച്ച് ബിസിയായിരുന്നു. അങ്ങനെ ഇന്ന് വിചാരിച്ച് ഒരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു. ഇപ്പം നമ്മുടെ വാർത്തയിലും യൂട്യൂബിലും എല്ലാം നമ്മുടെ ദിലീപിനെ കുറിച്ചാണ്. ദിലീപ് കുറ്റവിമുക്തനായി, നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു. അങ്ങനെ അതിനെ പറ്റിയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം ഫേസ്ബുക്ക്, യൂട്യൂബ്, വാർത്താ മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേര് പെൺകുട്ടിയുടെ വശവും കുറച്ച് പേര് ദിലീപിൻ്റെ വശവും ആണ്. കോടതി ദിലീപിനെ നിരപരാധി എന്ന് പറഞ്ഞു. അത് കുറേ പേര് അംഗീകരിച്ചു, കുറേ പേര് അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ചർച്ചയും ബഹളവും ഒക്കെ ആയിട്ട് നടക്കുന്നത്. എൻ്റെ ഒരഭിപ്രായം ഞാൻ പറയാം. നമുക്ക് പലർക്കും പല അഭിപ്രായമാണ്. ഇനി വാർത്തയും ഈ 8 വർഷം കൊണ്ട് ദിലീപിനെക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളിൽ വരുന്നതും സോഷ്യൽ മീഡിയ വരുന്നതും ഒക്കെ ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ പറയണം. എൻ്റെ ഒരഭിപ്രായത്തിൽ പണ്ടേ ഞാൻ പറഞ്ഞിരുന്നു, ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ഇതിൽ നിരപരാധി ആണ് എന്ന്. അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്തും പറഞ്ഞു. എൻ്റെ വീട്ടുകാരൊക്കെ അങ്ങനെ അല്ലെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ആ മനുഷ്യനെ കോടതി വെറുതെ വിടുമെന്ന്. ഒത്തിരി പേര് ആ പെൺകുട്ടിയുടെയും മനസ്സ് നമുക്കറിയാം. ആ കുട്ടി ഒത്തിരി വിഷമിച്ചു. അതുപോലെ തന്നെയാണ് ദിലീപ് എന്ന് പറയുന്ന ആ നടനും ഒരു മനസ്സില്ലേ. അദ്ദേഹം നിരപരാധി ആണെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ വീട്ടിലും മക്കളുണ്ട്, പെൺമക്കളുണ്ട്, ആമക്കളുണ്ട്. നമ്മുടെ മക്കൾക്കും വരുമ്പോൾ ഇത് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരാളെ പറയുമ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നു ഒരു സിനിമാ നടൻ, പിന്നെ വലിയ നിലയിലെത്തി, അദ്ദേഹം സിനിമാ ലോകം മൊത്തം കീഴടക്കി. അപ്പോൾ അദ്ദേഹത്തിന് കുറേ ശത്രുക്കളുണ്ടായിരുന്നു. ആ ശത്രുക്കൾ അദ്ദേഹത്തിനോട് വേണ്ടി ഇതിൽ അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചിഴച്ചതാണ് എന്ന് ആയിക്കൂടെ? അതൊന്ന് ചിന്തിച്ചുകൂടെ? നമ്മൾ രണ്ട് രീതിയിലും ചിന്തിക്കണം. എത്രയോ ആളുകൾ കല്യാണം കഴിച്ചു കുറേ നാൾ കഴിയുമ്പം അവർ പിരിയുന്നു, പിന്നെ വേറൊരു കല്യാണം കഴിക്കുന്നു. അത് എത്രയും നടന്മാരുണ്ട്, ഇത്രയും നടിമാരുണ്ട്. 2, 3, 4 കെട്ടിയ നടന്മാരും നടിമാരും ഇല്ലേ? അവരെയൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലേ? ദിലീപ് മാത്രം മഞ്ജുവിനെ ഉപേക്ഷിച്ചിട്ട് കാവ്യയെ കെട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നത് അത് ഒത്തിരി മോശമായ കാര്യമാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആളുകൾക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്നവരുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അവിടെ ഓടിയെത്തും, അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല നിലയിൽ ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം തകർക്കാൻ അദ്ദേഹം നോക്കില്ല. അത്രയ്ക്ക് ബുദ്ധിശൂന്യനാണോ ദിലീപ്? ഇല്ല. അദ്ദേഹത്തിന് ഇത്രയും ബുദ്ധി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ സിനിമാ ലോകം തന്നെ കീഴടക്കിയത്. ഒന്ന് ചിന്തിക്കുക, നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ ആ കുട്ടിയോട് ആര് ഇങ്ങനെ കാണിച്ചാലും അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അതിൽ ദിലീപ് ഉണ്ടോ എന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 8 വർഷം പോലീസ് അന്വേഷിച്ച് കോടതിയിൽ കൊടുത്തിട്ട് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കോടതിയുടെ കുറ്റമല്ല, പോലീസുകാരുടെ കുറ്റമാണ്. അതിലുള്ള പോലീസുകാർ തന്നെ പറയുന്നു ദിലീപിനെ പോലീസുകാരാണ് കുരുക്കിയതെന്ന്. ഒത്തിരി പേര് പോലീസുകാർ അതിൽ പറയുന്നവരുണ്ട്. ദിലീപ് നിരപരാധിയാണ്, ദിലീപിനെ ഇതിനകത്തുള്ളവരാണ് കുരുക്കിയത് എന്നൊക്കെ പറയുന്നു. ദിലീപ് ഒരു പുരുഷനായതുകൊണ്ടാണോ എല്ലാവരും കൂടി ആക്രമണം ചെയ്യുന്നത്? പുരുഷനും ഒരു നീതി വേണ്ടേ? സ്ത്രീക്ക് മാത്രമാണോ? സ്ത്രീക്ക് മാത്രമല്ല,